Praise the Lord. Welcome to Praise Party 2018. ഈ ഒരു വർഷം അവസാനിക്കാൻ പോകുമ്പോൾ നമ്മൾ തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ ഒരു രാത്രിയാണ്. പരിശുദ്ധ അമ്മയുടെ ഒല്ലാർപാടം പള്ളിയുടെ മൈതാനത്തിൽ അമ്മയോട് ചേർന്നാണ് നമ്മൾ ഈ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യണത്. പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹൗ ക്യാൻ യു സെലിബ്രേറ്റ് ഈവനിങ് വിത്ത് ജീസസ്? യെസ്, ഇറ്റ് ഈസ് എ വെരി ബിഗ് ക്വസ്റ്റ്യൻ ടു ദിസ് വേൾഡ്. കാരണം മനുഷ്യരുടെ മുമ്പിൽ ഈ യേശുവിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും എപ്പോഴും പ്രാർത്ഥിക്കുക, കണ്ണടച്ചിരിക്കുക എന്നൊക്കെ ഒരു ചിന്തയാണ്. നോ, ബൈബിൾ again and again and again says rejoice in the Lord. പരിശുദ്ധ അമ്മ പറയുന്ന എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രൈസ്തവ ജീവിതം ആഘോഷിക്കാനുള്ളതാണ്. നമുക്കൊക്കെ ഒരു ജീവിതമേ ഉള്ളൂ, അത് ശരിക്കും നമ്മൾ ആഘോഷിക്കണം. പക്ഷേ എങ്ങനെ എന്നൊരു ചോദ്യമുണ്ട്. പലപ്പോഴും മനുഷ്യൻ തെറ്റിദ്ധരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ആദ്യകാലം മുതൽ മനുഷ്യനെ പിശാച് വഞ്ചിക്കുന്നു, തെറ്റായ രീതിയിൽ ജീവിതം ആഘോഷിക്കുവാൻ പ്രലോഭിക്കുകയാണ്. ഇവിടെ നമ്മളോട് കർത്താവിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൽ ആനന്ദിക്കണം, ദൈവത്തോടു കൂടി ആനന്ദിക്കണം. കർത്താവിൻ്റെ കൂടെ ഇല്ലാത്ത ആനന്ദങ്ങളൊക്കെ വലിയ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണമാകും. പ്രിയമുള്ളവരെ, ആയതിനാൽ ഒരിക്കൽ കൂടെ ഈ സായാഹ്നത്തിൽ നിങ്ങളെല്ലാവരെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ഒരു രാത്രി ജീവിതത്തിലെ അവിസ്മരണീയമായ രാത്രിയായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ സന്തോഷിക്കുക? ബെനഡിക്ട് മാർപ്പാപ്പയുടെ ഒരു വാക്ക് ഞാൻ എടുക്കുകയാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിന്, നിങ്ങളുടെ അവകാശമായ ആനന്ദത്തിന് ഒരു പേരും രൂപവുമുണ്ട്. അത് നസ്രത്തിലെ യേശുവാണ്. ആ യേശുവിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും. സോ ലെറ്റ് us celebrate and enjoy with Jesus. ഒരിക്കൽ കൂടി എല്ലാ ദൈവമക്കളെയും 2018 പ്രൈസ് പാർട്ടിയിലേക്ക് ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആദ്യത്തെ സോങ്ങിലേക്ക് കടക്കുമ്പം 100-ാം സങ്കീർത്തനം ഏറ്റുപറഞ്ഞുകൊണ്ട് സങ്കീർത്തനോട് ചേർന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. സങ്കീർത്തനം ഇങ്ങനെ പറയുന്നുണ്ട്, ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ, സന്തോഷത്തോടെ കർത്താവിന് ഗാനങ്ങൾ ആലപിക്കുവിൻ, ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ, കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ. അതേ പ്രിയമുള്ളവരെ, ഹി ഈസ് ഗോഡ്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നൊരു സത്യമാണ്, അവൻ ദൈവമാണ്, അവൻ സർവശക്തനാണ്, അവൻ സർവാധിപനാണ്. സങ്കീർത്തനം നമ്മൾ പറയുന്നുണ്ട്, കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നതാണെന്നും നമ്മൾ പ്രഖ്യാപിക്കുന്നു. ഈ ഗാനം അത് തന്നെയാണ് നമ്മൾ പറയുന്നത്, ഹി ഈസ് ആൻ ഓസം ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വമാണ് ഈ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് we sing, he is an awesome God. Is an
awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. കരങ്ങളൊന്ന് അടിക്കാമോ? Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. Our God is an awesome Hallelujah. He's an awesome God. The next song says, ആനന്ദത്തോടെ ദൈവത്തെ പാടി പുകഴ്ത്താം. സങ്കീർത്തനം നമ്മൾ വീണ്ടും പറയുന്നു, കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ, അവിടുത്തേക്ക് നന്ദി പറയുവിൻ, കാരണം അവിടുന്ന് നല്ലവനാണ്. പ്രിയമുള്ളവരെ, ഈ സായാഹ്നം നമുക്ക് ദൈവത്തിന് നന്ദി പറയാനുള്ളതാണ്. ദൈവത്തിന് എന്തിനു നന്ദി പറയണം? പ്രത്യേകിച്ച് ഈ ഒരു വർഷം തമ്പുരാൻ നൽകിയ എല്ലാ നന്മകൾക്കും നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രാർത്ഥനകളോ ചില ആവശ്യങ്ങളോ ഈ വർഷം നടന്നിട്ടുണ്ടാവില്ല. എങ്കിലും അതൊക്കെ നമ്മളെ ചിലപ്പോൾ ദുഃഖിതരാക്കുന്നുണ്ടാവും. ചിലപ്പോൾ ചില പ്രതിസന്ധികൾ, ചില രോഗങ്ങൾ, ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം. അത് നമ്മളെ ദുഃഖിതരാക്കുന്നുണ്ടാവും. എങ്കിലും പ്രിയമുള്ളവരെ, തമ്പുരാൻ നൽകിയ അനുഗ്രഹമായിട്ട് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതാണ്. ഇത് 1, 2, 3 പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. അത് നമ്മളെ ഭരിക്കാൻ ഇടയാക്കരുത്. അതുകൊണ്ട് സങ്കീർത്തനം 103 സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത്. ഈ രാത്രി ദൈവം നൽകിയ അനുഗ്രഹം മറക്കാതിരിക്കാനുള്ള രാത്രിയാണ്. എന്തിനാണ് നമ്മൾ അങ്ങനെ ദൈവത്തിന് നന്ദി പറയുന്നത്? കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോഴാണ്, തമ്പുരാൻ ഇത്രമാത്രം നമ്മളെ അനുഗ്രഹിച്ചെന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ വേദനകളും ദുഃഖങ്ങളിലും നമുക്ക് പ്രത്യാശയോടെ ദൈവത്തെ കാത്തിരിക്കാൻ സാധിക്കും. ഇത്രമാത്രം അനുഗ്രഹം നൽകിയ ഒരു ദൈവം കൂടെയുള്ളപ്പോൾ നമ്മൾ ദുഃഖിക്കാൻ പാടില്ല. യെസ്, ദിസ് സോങ് സേസ്, ആനന്ദത്തോടെ നമുക്ക് ആടാം, പാടാം, ദൈവത്തെ സ്തുതിക്കാം. കൈയടിക്കാം. കയ്യടി പോരാട്ടോ. കണ്ടാലും എത്ര വലിയ കരുണ എന്മേൽ ചൊരിഞ്ഞു, കണ്ടാലും എത്ര വലിയ കരുണ എന്മേൽ ചൊരിഞ്ഞു, രാജകോലാഹലം കൊണ്ടു നിറച്ചു ജീവിച്ചേ, ആനന്ദത്തോടെ ആടും കൂടെ നടന്ന കൂട്ടർ പാതി വഴി വിട്ടിട്ടോടി, ഒറ്റപ്പെട്ടു പോയെന്നാലും കൂടെ നടന്ന കൂട്ടർ പാതി വഴി
വിട്ടിട്ടോടി. സങ്കടത്താസം വെച്ച് ഒറ്റപ്പെട്ട് പോയെന്നാലും സന്ധ്യയിങ്കൽ വിലാപം വന്നു നിന്നിൽ മൂടിയാലും രാവിലെ ആനന്ദമെൻ കണ്ണിൻ മുന്നിൽ വിളയാടും. ആനന്ദത്തോടെ ആടും എൻ കാൽകൾ ആനന്ദത്തോടെ ആടും 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 ഭൂഗോളം ഉണ്ടാകും മുൻപേ താൻ എന്നെ അറിഞ്ഞെന്നേ. പണ്ടു പണ്ടു പണ്ടേ പേരു ചൊല്ലി വിളിച്ചെന്നേ ഭൂഗോളം ഉണ്ടാകും മുൻപേ താൻ എന്നെ അറിഞ്ഞെന്നേ. പണ്ടു പണ്ടു പണ്ടേ പേരു ചൊല്ലി വിളിച്ചെന്നേ പൊന്നു തമ്പുരാൻ തന്റെ കോടാകോടി ദൂതരുമായി എന്നെ തന്നോട് കൂടെ കൊണ്ടുപോകാൻ വരുന്നേ. ആനന്ദത്തോടെ ആടും എൻ കാൽകൾ ആനന്ദത്തോടെ ആടും ആനന്ദത്തോടെ ആടും എൻ കാൽകൾ ആനന്ദത്തോടെ ആടും ആനന്ദത്തോടെ ആടും എൻ കാൽകൾ ആനന്ദത്തോടെ ആടും ആനന്ദത്തോടെ ആടും ആനന്ദത്തോടെ ആടും Okay, chorus 1, 2. ആനന്ദത്തോടെ ആടും എൻ കാൽകൾ ആനന്ദത്തോടെ ആടും ആനന്ദത്തോടെ ആടും എൻ കാൽകൾ ആനന്ദത്തോടെ ആടും Praise the Lord. Once again, ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തെ പ്രകീർത്തിക്കാൻ കിട്ടുന്നൊരു അവസരം. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, സങ്കീർത്തൻ പറയുന്നത് ദൈവം നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത്. എന്തുകൊണ്ട് മറക്കരുത്? കാരണം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കുകയും അതിനെയോർത്ത് നന്ദി പറയുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിശ്വാസം ലഭിക്കുന്നതിന് കാരണമാവും. അത് നമുക്ക് വലിയ പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ട് ദൈവത്തെ ഓർക്കുകയും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തത് നമുക്ക് വലിയ പ്രത്യാശയും വിശ്വാസം നൽകുന്നൊരു കാര്യമാണ്. എന്താണ് നമുക്ക് നന്ദി പറയാനുള്ളത്? ഈ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. അർഹതയില്ലാത്ത ഔദാര്യത്തിനാണ് നമ്മൾ കരുണ എന്ന് പറയുക. ഈ കാരുണ്യത്തെ നമ്മൾ പ്രകീർത്തിക്കണം. എത്രത്തോളം നമുക്ക് ദൈവത്തിൻ്റെ കാരുണ്യത്തെ പ്രകീർത്തിക്കാൻ പറ്റുമോ അത്രത്തോളം ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ വരും. ഒരു പുതുവർഷത്തിലേക്ക് കടക്കുമ്പോഴും ഈ വർഷം അവസാനിക്കാൻ പോകുമ്പോഴും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ നന്ദിയോടെ ഓർക്കുന്നവൻ ഭാഗ്യവാനാണ്. അവന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ടും ആ കരുണ ധാരാളമായിട്ട് കിട്ടുവാനും നമുക്കിത് കാരണമാകും. നെക്സ്റ്റ് സോങ് സേസ് ഐ വിൽ സിംഗ് ഓഫ് ഹിസ് മെർസി. ആ കാരുണ്യത്തെ നമ്മൾ നന്ദിപൂർവ്വം ഓർക്കുന്ന ഒരു പാട്ടാണത്. എല്ലാവരെയും ഈ പാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ കാരുണ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം ആലപിക്കാം. കൈകളൊന്ന് അടിക്കാമോ? Lift his name, oh, 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 sing of his mercy, oh, 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 sing of his mercy, oh, 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 sing of his mercy.
overflowing, it's a bar of life, bar of life. Hey, your mercy's like a fountain that never runs dry. Your love is overflowing, it's a bar of life, bar of life. Hey, your mercy's like a fountain that never runs dry. Come on, everybody, lift His name. Come on, everybody, sing His praise. Come on, everybody, give Him praise. Celebrate. Come on, everybody, lift His name. Come on, everybody, sing His praise. Come on, everybody, give Him praise. Celebrate this love. Oh, 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 oh. Sing of His mercy. 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 Here we go. Unto the King, unto the Lord, unto the Lamb. Everybody singing out. Unto the King, unto the Lord, unto the Lamb. Everybody singing out. One by the cross, one by the Son, one by the blood. Everybody singing out. One by the cross, one by the Son. Everybody come along and sing it to the Mighty One. Give it up for Kessel on bass. Oh Lord, I come unto you. Every song I sing unto you, I will ever glorify your name. Oh Lord, I come unto you. Every song I sing unto you, may it be an offering of praise. Oh, oh. Praise the Lord. Welcome to Praise Party again. ഹെബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. ഈ രാത്രി കൃപയുടെയും കാരുണ്യത്തിൻ്റെയും സിംഹാസനത്തെ തൊട്ടുണർത്തുന്ന രാത്രിയാണ്. ഇത്രയും മക്കൾ ഒരുമിച്ചിരുന്ന് ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ സ്വർഗം തീർച്ചയായും തുറക്കപ്പെടും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ ജീവിതം. ഒരിക്കൽ കൂടി നമ്മൾ ഏറ്റുപറയുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഞാൻ മറ്റെല്ലാവരെക്കാളും കൂടുതൽ അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എന്നിൽ അധ്വാനിച്ചത്. ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ നമ്മളും കുറേ പേരൊക്കെ ടയർഡായിരിക്കാം. ഒരു കഠിനമായ ഒരു ജീവിതമൊക്കെ അധ്വാനമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. എങ്കിലും നമുക്ക് ഓർക്കാം, നമ്മളല്ല അധ്വാനിച്ചത്, ദൈവത്തിൻ്റെ കൃപയാണ്. അത് പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴും ഈ സത്യം നമുക്ക് ഒത്തിരി ശക്തി തരും. ദൈവത്തിൻ്റെ കൃപയും കാരുണ്യമാണ് നമ്മുടെ ജീവിതം ഏറ്റു പറയുമ്പോൾ അത് സമൃദ്ധമായി നമ്മളിലേക്ക് ഒഴുകും. ഈ ഒരു രാത്രി അനേകം മക്കൾ സ്വന്തം മഹത്വത്തിന്, ലോകത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഓടുന്നൊരു രാത്രിയാണ്. ഈ രാത്രി നമ്മൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. എല്ലാ മഹത്വവും ദൈവത്തിന്, എല്ലാം ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വപ്പെടുത്തണം. നമുക്ക് മഹത്വം പാടില്ല. നമ്മൾ സ്വന്തം മഹത്വം തേടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വരുന്നത്. എല്ലാ മഹത്വം ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവ മഹത്വത്താലും കാരുണ്യത്താലും നമ്മുടെ ജീവിതം നിറയും. ഈ ഒരു ഗാനം ആലപിക്കുമ്പോൾ നമുക്ക് നന്ദിയോടെ ഓർക്കാം ദൈവത്തിൻ്റെ കാരുണ്യത്തെ. കരുണാമയനെ എന്ന ഗാനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.
My Jesus, you're so merciful. യേശുവേ, കരുണാമയനേ, 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 അടിയനീ പൊടിയാണെന്നോർത്തിടണമേ. അലറുന്നീയാഴിയിൽ എൻ പ്രാണനെ അണയാതെ എന്നും നീ കാത്തിടണമേ. കരുണാമയനേ, കരുണാമയനേ, അടിയനീ പൊടിയാണെന്നോർത്തിടണമേ. അലറുന്നീയാഴിയിൽ എൻ പ്രാണനെ അണയാതെ എന്നും നീ കാത്തിടണമേ. നിന്ദയെന്നും ജീവനാണേ, നിൻ കൃപയെന്നും ആശ്രയമേ. നീ അടിച്ചാലും ആർദ്രമാണേ യേശുവേ. കരുണാമയനേ, യേശുവേ, how merciful Lord, കരുണാമയനേ. കരുണാമയനേ, കരുണാമയനേ, യേശുവേ, നീ എൻ്റെ ഉപനിധിയേ. എന്നെ അനന്യനായി കാത്തിടുന്ന നിൻ സ്നേഹമൊരു ദിവ്യ ജ്വാലയാണേ. നിന്നെ അനുഗമിച്ചാൽ ഞാൻ മരിച്ചാലും ജീവിക്കുമേ. മരണത്തെ ജയിച്ചവനേ യേശുവേ. കരുണാമയനേ, യേശുവേ,
merciful Lord, കരുണാമയനേ. കരുണാമയനേ, കരുണാമയനേ, അടിയനീ പൊടിയാണെന്നോർത്തിടണമേ. അലറുന്നീ ആഴിയിൽ എൻ പ്രാണനെ അണയാതെ എന്നും നീ കാത്തിടണമേ. നിന്ദയ എന്നും ജീവനാണേ, നിൻ കൃപയെന്നും ആശ്രയമേ. നീ അടിച്ചാലും മാത്രമാണേ യേശുവേ. കരുണാമയനേ, യേശുവേ. Oh merciful Lord, കരുണാമയനേ. Oh യേശുവേ. കരുണാമയനേ. കരുണാമയനേ. ഹല്ലേലൂയ. നമ്മൾ ഈ ഒരു വർഷം അവസാനിക്കാൻ പോവുകയാണ്. ഒത്തിരി നന്ദിയോടെ, അതിലേറെ വലിയ പ്രത്യാശയോടെ നമ്മൾ ഈ വർഷം അവസാനിപ്പിക്കുക. കാരണം തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. അവിടുത്തെ കാരുണ്യം എപ്പോഴും നമ്മൾ ഓർത്തും പ്രകീർത്തിച്ചുകൊണ്ടാണ് ഈ സമയം മുഴുവൻ നമ്മൾ ചെലവഴിച്ചത്. ആ കരുണയും ആ ദൈവത്തിൻ്റെ അനന്ത നന്മയും ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലും സമൃദ്ധമായിട്ട് ഭരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ആ ദൈവത്തോടു കൂടെ ഒത്തിരി സന്തോഷത്തോടെ നമുക്ക് ഈ ഒരു വർഷം അവസാനിപ്പിക്കാം. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.